ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. പ്രിയ സഹോദരങ്ങളെ, നിങ്ങൾ കാണുന്നത് ഒരു മലമ്പ്രദേശത്തുള്ള ഒരു പള്ളിയാണ്, ഒരു കൊച്ചുപള്ളി. ഞാൻ ജൂലൈ 3 ഈ പള്ളിയിലേക്ക് വന്നു. ഞാൻ സുഖമില്ലാതെ ഇരിക്കുകയാണ്. ഞാൻ നിങ്ങളോട് പറഞ്ഞതുപോലെ ട്രീറ്റ്മെൻറ്റുകളും ചെക്കപ്പുകളുമൊക്കെ ആയിട്ട് പോകുന്നുണ്ട്. എങ്കിലും എനിക്ക് ഇങ്ങോട്ട് വരേണ്ട ഒരു ആവശ്യമുണ്ടായിരുന്നു. കാരണം വേറൊന്നുമല്ല, ഇവിടെ ഇപ്പോൾ വികാരിയായി ചാർജ് എടുത്തിരിക്കുന്ന ഇവിടുത്തെ വികാരിയച്ഛൻ, ആ വികാരിയച്ഛനിലൂടെ എനിക്കുണ്ടായ ഒരു വലിയ അനുഭവം, അത് ഒന്ന് പങ്കുവയ്ക്കണമെന്ന് ഞാൻ കുറേ നാളായി വിചാരിക്കുന്നു. എനിക്ക് ആരോഗ്യവും സമയവും ഒന്നും ഒത്തു വന്നില്ല. അപ്പോൾ ഞാൻ അച്ഛനിപ്പോൾ ആയിരിക്കുന്ന ആ മലമ്പ്രദേശത്ത് ഒരു കുന്നിൻ്റെ മുകളിലുള്ളൊരു പള്ളിയാണ്. ശരിക്കും അങ്ങനെയുള്ള യാത്രയൊന്നും എനിക്ക് ഇപ്പോൾ പറ്റാത്ത അവസ്ഥയായിരുന്നു. എങ്കിലും ഞാൻ ഇങ്ങോട്ട് പോന്നതാണ്. കാരണം ഇനി എനിക്ക് അസുഖമെങ്ങാനും കുറച്ചും കൂടി വർദ്ധിച്ചു കഴിഞ്ഞാൽ എനിക്കിങ്ങോട്ട് വരാൻ പറ്റിയില്ലെങ്കിലോ. അതുകൊണ്ട് ഞാൻ രണ്ടും കൽപ്പിച്ച് അങ്ങോട്ട് ഇറങ്ങി. ഇതിൽ കൂടെ വണ്ടി ഓടിത്തുടങ്ങിയപ്പോൾ ഞാൻ വിചാരിച്ചു, ദൈവമേ, വരണ്ടേരുന്നില്ല എന്ന്. ശരിക്കും ഒരു കാട് പ്രദേശം, വഴികളാണെങ്കിൽ ഒട്ടും നല്ലതല്ല, കാരണം ഉൾപ്രദേശമാണല്ലോ. എങ്കിലും ഞങ്ങൾ ഇങ്ങനെ ഇവിടെ എത്തി. ഇവിടെ ഊട്ടിൻ്റെ ഭയങ്കര ബഹളമാണ്. ഇവിടുത്തെ ആ കൂട്ടായ്മയും സഹകരണവും ഒക്കെ കണ്ടിട്ട് സന്തോഷമായി. ഇവരുടെ അച്ഛൻ ഇവിടെ നിൽക്കുന്നുണ്ട്, എൻ്റെ ഫ്രണ്ട് എന്ന് പറയാം. അതിനേക്കാളുപരി എൻ്റെ അനുജനച്ഛൻ എന്ന് വേണമെങ്കിൽ പറയാം. ഇതുപോലെ കുറേ പുരോഹിതർ, വിശുദ്ധിയുള്ള പുരോഹിതർ എനിക്ക് ചുറ്റുമുണ്ട് കേട്ടോ. ഇവിടെ ഈ ഓട്ടോറിക്ഷക്കാരും ഡ്രൈവർമാരും മറ്റുള്ള മതസ്ഥരൊക്കെ വന്ന് ഈ ഊട്ടുണ്ണാണ്. അത് ഒരു പരിധി വരെ അവിടെ ഓരോ പള്ളികളിലും ആയിരിക്കുന്ന വികാരിയച്ഛന്മാരുടെ ഇടപെടൽ ആണ് ഇതിനൊക്കെ കാരണം. ഓടി നടക്കുകയാണ് ഇവിടെ. കൊച്ചു പള്ളിയാണെങ്കിൽ എല്ലാവരെയും പ്ലീസ് ചെയ്യാനും എല്ലാവർക്കും എല്ലാതും കിട്ടിയോ എന്ന് നോക്കാനും ഒക്കെ ഓടി നടക്കുക. ഇത് ഞാൻ എൻ്റെ മനസ്സിൽ എപ്പോഴും വിചാരിക്കുകയും, ഈ അച്ഛന്മാരിങ്ങനെ ഓരോ ഇടവയ്ക്കും വേണ്ടി കഷ്ടപ്പെട്ട് ഓടി നടക്കുമ്പോൾ നമ്മൾ ഓർക്കണം, ഇത് ഇവരുടെ വീട്ടിലത്തെ പെങ്ങളുടെ കല്യാണമോ അല്ലെങ്കിൽ അനിയൻ്റെ കല്യാണമോ അവിടുത്തെ വീട്ടിലത്തെ പരിപാടിയൊന്നുമല്ല. ഇത് ഇവരുടെ വീടാണ്. ഏത് ഇടവകയിലാണോ ഇവരാകുക, ആ ഒരു 3 വർഷം അതാണ് അവരുടെ ഇടവക, അവരുടെ വീട്. ഓടി നടക്കും ഓരോ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട്. ഞാനിതൊക്കെ നിങ്ങളോട് ഇൻട്രഡക്ഷനായിട്ട് പറയുന്നത് വേറെ ഒന്നുകൊണ്ടുമല്ല. ഞാൻ ഈ യൂട്യൂബ് ചാനലിലും മറ്റു പലരുടെയും വാക്കുകളിൽ ഓരോ പുരോഹിതരെയും ഓരോ സമർപ്പിത മക്കളെയും വളരെയധികം തരം താഴ്ത്തി സംസാരിക്കുന്ന കുറേ ചാനലുകൾ ഞാൻ കാണുകയുണ്ടായി. അപ്പോൾ ഉള്ളിൻ്റെ ഉള്ളിൽ അത് കാണുന്ന പലർക്കും ഉണ്ടാകും ആ ഒരു വേദന. എന്തിനാ ഇങ്ങനെയൊക്കെ ഇല്ലാത്തതും ഉള്ളതും ചേർത്ത് ശരിക്കും ക്രിസ്ത്യാനിറ്റിയെ തകർക്കണം എന്നുള്ള ലക്ഷ്യത്തോടെ പുരോഹിതരുടെ കുറവുകൾ ഇങ്ങനെ എടുത്തു പറയുന്നത് കേൾക്കുമ്പോൾ സങ്കടം തോന്നാറുണ്ട്. പിന്നെ വിചാരിക്കും, വ്യക്തി സ്വാതന്ത്ര്യമല്ലേ, ആർക്കും എന്തും പറയാമല്ലോ. പലപ്പോഴും ഞാൻ വിചാരിച്ചിട്ടുണ്ട് ഈ ചാനലിൽ ഈ പുരോഹിതരെക്കുറിച്ചും കന്യാസ്ത്രീകളെക്കുറിച്ചും ഇതുപോലെ മോശമായിട്ട് സംസാരിക്കുന്നവരെ ഞാൻ നേരിട്ടൊന്ന് സംസാരിക്കണമെന്ന് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട്. കാരണം വിഷമം കൊണ്ട്. കാരണം അവരുടെ ഭാര്യയ്ക്കോ അവരുടെ മകൾക്കോ ഇങ്ങനൊരു തെറ്റ് പറ്റിയാൽ അവരിത് ചാനലിൽ ഇതുപോലെ പറയുമോ എന്നൊന്ന് ചോദിക്കാനാണ്. അതുപോലെ തന്നെ എനിക്ക് പറയണമെന്നുണ്ട്, നിങ്ങൾ പുരോഹിതരുടെ മാത്രമാണോ കുറവുകൾ കാണുന്നത്? എൻ്റെ അടുത്തേക്ക് വാ, അൽമായുടെ കുറവുകൾ ഞാൻ കുറേ കാണിച്ചു തരാം, അതും ചാനലിലിട്ടോളൂ എന്ന് പറയാൻ വേണ്ടിയിട്ട്. പിന്നെ ഞാനെല്ലാം വിട്ടുകളയും. കാരണം പാപം അങ്ങനെയാണ് ഓരോ മക്കളെയും ഭരണം നടത്തുന്നത്. പിശാച് ഓരോ മക്കളിലും പ്രവർത്തിക്കുന്നത് ഇതുപോലെയാണ്. കാരണം മറ്റൊരാളെക്കുറിച്ച് ഇങ്ങനെ മോശപ്പെട്ട കാര്യങ്ങൾ എപ്പോഴും ഇങ്ങനെ ചാനലിൽ ഇട്ടുകൊണ്ടിരിക്കുമ്പോൾ ഒരു പരിധിവരെ യേശുവിൽ നിന്ന് മനുഷ്യരെ അകറ്റാൻ കഴിയും എന്ന് സാത്താൻ അറിയാം. അതുകൊണ്ടാണ് ഈ ചാനലുകളിലുള്ളവരൊക്കെ ഇങ്ങനെ ഓരോ കാര്യങ്ങൾ കിട്ടുമ്പോൾ അവരിങ്ങനെ ഏറ്റു പറയാറ്. എന്തായാലും അതൊക്കെ എൻ്റെ മനസ്സിൽ കിടക്കുന്നൊരു വിഷമമാണ്. ഓരോന്ന് കേൾക്കുമ്പോഴും ഉള്ളിൻ്റെ ഉള്ളിൽ ചോദ്യം ഉയരും, ഇതിവൻ്റെ അമ്മയാണെങ്കിലോ ഇവൻ്റെ പെങ്ങളാണെങ്കിലോ ഇവൻ്റെ മകളാണിങ്ങനെ ചെയ്തെങ്കിൽ ഇവനിങ്ങനെ പറയുമോ എന്നൊക്കെ ഞാൻ ചിന്തിക്കാറുണ്ട്. ഞാനിതൊക്കെ പറഞ്ഞു വന്നത്, എനിക്ക് ഒരുപാട് അനുഭവങ്ങൾ, നല്ല അനുഭവങ്ങൾ പല പുരോഹിതരിൽ നിന്നും ലഭിച്ചിട്ടുണ്ട്. എനിക്കെന്നല്ല,
കുറേ മക്കൾക്ക് അന്യമതത്തിൽപ്പെട്ടവർക്കും ക്രിസ്ത്യൻ പുരോഹിതരുടെ കയ്യിൽ നിന്ന് നല്ല അനുഭവങ്ങൾ ഉണ്ടായിട്ടുള്ളത് ഞാൻ കേട്ടിട്ടുണ്ട്. വേണമെങ്കിൽ ആർക്കെങ്കിലും മോശപ്പെട്ട അനുഭവങ്ങൾ ഉണ്ടായിരിക്കാം. കാരണം എല്ലാവരും പുണ്യവാന്മാരും പുണ്യവതികളുമല്ലല്ലോ. പിഴവുകളൊക്കെ പറ്റിയിട്ടുണ്ടാകാം. പക്ഷേ പിഴവുകൾ ഉയർത്തി കാണിക്കുന്ന ചാനലുകൾ ഒരിക്കലും പുരോഹിതരുടെ നന്മകൾ ഉയർത്തി കാണിക്കാറില്ല എന്നതാണ് എന്നെ വിഷമിപ്പിക്കുന്ന കാര്യം. അന്യമതസ്ഥനായൊരു മകനാണ് ഇങ്ങനെ കാണിക്കുന്നത്. അവർക്ക് അച്ഛനോട് ഭയങ്കര ഭയങ്കര അടുപ്പാണെന്ന് തോന്നുന്നു. എല്ലാവരും വന്ന് അച്ഛനോട് ചിരിച്ചും കളിച്ചും സംസാരിച്ച് പോകുന്നത് കാണുമ്പോൾ എനിക്ക് ഉള്ളിൻ്റെ ഉള്ളിൽ വലിയ സന്തോഷമാണ്. കാരണം ഒരു പുരോഹിതൻ ഇങ്ങനെ മനുഷ്യരോട് ഇടപഴകുമ്പോൾ സമൂഹത്തിലുണ്ടാകുന്നത് എന്താണെന്നോ? സ്നേഹമാണ്. പൗലോസ്ലീഹ കൊരിന്ത്യസ്കാർക്ക് എഴുതിയ ലേഖനത്തിൽ പറഞ്ഞല്ലോ, സ്നേഹമാണ് സർവോത്കൃഷ്ടം. ഉള്ളു തുറന്ന് ചിരിച്ച് എല്ലാവരുടെ അടുത്തും സംസാരിക്കുക. അങ്ങനെ സംസാരിക്കുമ്പോഴാണ് അവരുടെ പ്രശ്നങ്ങൾ ആരാണോ ഇങ്ങനെ ഷെയർ ചെയ്യുന്നത് അവരുടെ അടുത്ത് പങ്കുവയ്ക്കുക. അപ്പോഴാണ് ഒരു മനസ്സിന് ആശ്വാസം കിട്ടുക. അങ്ങനെ വരുമ്പോൾ ആത്മഹത്യകൾ ഒഴിവാകും, ജീവിതത്തിൽ സന്തോഷമുണ്ടാകും. ഏതെങ്കിലും ഒരു വിശുദ്ധനായ മനുഷ്യൻ എൻ്റെ വിഷമങ്ങൾ കേട്ടല്ലോ എന്ന്. അതിലുമുപരി ഒരു കുമ്പസാരക്കൂട്ടിൽ ഈ വൈദികൻ ഇരിക്കുമ്പോൾ ഉണ്ടാകുന്ന അത്ഭുതം ആർക്കും മനസ്സിലാവില്ല. അത് മനസ്സിലാക്കിയവർക്ക് മാത്രമേ മനസ്സിലാവുള്ളൂ. ഞാൻ എന്തായാലും ഇതെല്ലാം പറഞ്ഞു വന്നത്, ഞാൻ ഈ അച്ഛനെ കാണാനാണ് വന്നത്. ഈ അച്ഛൻ മാത്രമല്ല, എൻ്റെ ജീവിതത്തിൽ ഞാനിപ്പോൾ 2 വർഷമായി ക്യാൻസർ എന്ന മഹാരോഗം എന്നെ ആക്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ സമയത്ത് ഞാൻ ഏകദേശം 1 വർഷത്തോളം വീട്ടിൽ കിടപ്പായിരുന്നു. അങ്ങനെ വീട്ടിൽ കിടന്ന സമയത്ത് എൻ്റെ ഏറ്റവും വലിയ വേദന, എനിക്ക് കുർബാന കിട്ടാനായിട്ടൊരു മാർഗ്ഗവുമില്ല. എൻ്റെ ഇടവകപ്പള്ളിയിൽ നിന്നും വികാരിയച്ഛൻ കൊണ്ടുവരും. പക്ഷെ എന്നും വികാരിയച്ഛന് എൻ്റെ അടുത്തേക്ക് വരാനുള്ള സാധ്യതകളില്ല. കാരണം ഞങ്ങൾ കുറച്ചകലെയാണ് ഇടവകയിൽ നിന്ന് കിടക്കുന്നത്. ഞാൻ നിങ്ങളോട് പങ്കുവെച്ചിട്ടുണ്ടല്ലോ. അപ്പോൾ വികാരിയച്ഛൻ പറയും, പറ്റുമ്പോഴൊക്കെ ഞാൻ കൊണ്ടുവരാം, അല്ലെങ്കിൽ ഏതെങ്കിലും അച്ഛന്മാർ വരുമ്പോൾ കൊണ്ടുവന്ന് തരാൻ പറഞ്ഞാൽ മതി അവരോട് എന്ന് പറയും. പിന്നെ MMB ബ്രദേഴ്സ് ആശ്രമം ഞങ്ങളുടെ അടുത്താണ്. അവിടെയുള്ള ജോസച്ചനും ഇങ്ങനെ പരിശുദ്ധ കുർബാന എനിക്ക് കൊണ്ടുവരാനായിട്ട് എന്നെ സഹായിച്ചിട്ടുള്ള അച്ഛന്മാരാണ്. അപ്പോൾ ഞാനിത് ഈ ജൂലൈ മാസം ഈശോയുടെ തിരുരക്തത്തിൻ്റെ മാസം, ഈശോയുടെ തിരുരക്തത്തിൻ്റെ ഒരു ഇടപെടലുണ്ടായതാണ് ഞാൻ നിങ്ങളോട് പങ്കുവയ്ക്കാൻ പോകുന്നത്. പ്രിയ കൂട്ടുകാരെ, ഞാനിങ്ങനെ വളരെ വിഷമിച്ച് കിടക്കുമ്പോൾ എൻ്റെ ജീവിതത്തിലുണ്ടായ ഒരു വലിയ അനുഭവമാണ്. ഒരു പരിധിവരെ ഒട്ടുമിക്ക ദിവസങ്ങളിലും എനിക്ക് ഈശോയെ ഉൾക്കൊള്ളാം എന്ന ഒരു ശാരീരികമായ അവസ്ഥയുള്ളപ്പോൾ ദൈവം അനുഗ്രഹിച്ച് അപ്പോഴൊക്കെ ഈശോ ഓരോ പുരോഹിതരെ എനിക്ക് വേണ്ടി നിയമിച്ചിട്ടുണ്ടാകും. ആരാണ് എന്താണെന്നറിയില്ല. ആരെങ്കിലും എന്നെ കാണാൻ വരുമ്പോൾ അവർ വിളിച്ച് ചോദിക്കും, ചേച്ചി ഇന്ന് ഈശോയെ കിട്ടിയോ? അപ്പോൾ ഞാൻ പറയും, ഇല്ല അച്ചോ, കിട്ടിയിട്ടില്ല. എന്നാൽ ഒരുങ്ങിയിരുന്നോ, ഞങ്ങൾ കൊണ്ടുവരാം. അങ്ങനെയാണ് ഓരോ ദിവസവും എനിക്ക് ഈശോയെ കിട്ടിയിരുന്നത്. എവിടെ നിന്നും ഈശോനെ കിട്ടാതെ ആകുമ്പോൾ, ഈശോയുടെ തിരുരക്തം തിരുശരീരം എനിക്ക് കിട്ടാതാകുമ്പോൾ ഞാൻ ആശ്രമത്തിൽ വിളിച്ചു പറയും. അപ്പോൾ പ്രായമായ അച്ഛനാണെങ്കിലും അച്ഛൻ ഓടി വരും. എനിക്കത് ജീവിതത്തിൽ മറക്കാൻ കഴിയില്ല. കാരണം നമ്മളൊക്കെ ചിന്തിക്കുന്നുണ്ടോ, ഇത് ക്രിസ്ത്യാനികൾക്കുള്ളതാണ് കേട്ടോ, മറ്റുള്ള മതസ്ഥരുടെ കാര്യം നമുക്ക് അത് പറയാൻ നമ്മളാളല്ലല്ലോ. നമ്മൾ വിശ്വസിച്ച ആ ഒരു വിശ്വാസത്തിൽ ഈ ഒരു പുരോഹിതന്മാർക്ക് എത്ര വലിയ സ്ഥാനമാണുള്ളതെന്ന്. കാരണം നമ്മുടെ മുഖ്യ ആവശ്യങ്ങളിലും എന്തുമാത്രം പുരോഹിതരെ താറടിച്ച് കുറ്റം പറയുന്ന ആളുകളും മരണസമയമാവുമ്പോൾ അവൻ്റെ വീട്ടിലൊരു പുരോഹിതൻ വരാൻ അവൻ കാത്തു നിൽക്കും. അത് നമ്മുടെ വിശ്വാസം അങ്ങനെയാണ്. അതായത് മരണസമയമാകുമ്പോൾ ഒരു വൈദികൻ നമ്മുടെ വീട്ടിൽ വന്ന് അതിൻ്റെ കർമ്മങ്ങളൊക്കെ ചെയ്ത് ആ ബോഡിയെ കൊണ്ടുപോകണം, ആത്മാവിനെ കൊണ്ടുപോകണം. അത് മറ്റു മതങ്ങളിൽ അങ്ങനെ തന്നെയാണ്. അവരുടേതായ ആളുകൾ വന്നിട്ടാണ് സംസ്കാര ചടങ്ങുകൾ ചെയ്യുക. അപ്പോൾ ക്രിസ്ത്യാനിറ്റിയിലേക്ക് തിരിച്ചു വരാം. ഈ പുരോഹിതൻ ഈ വെള്ളയുടുപ്പിന് എന്തുമാത്രം അപമാനിക്കപ്പെടുന്ന രീതിയിലാണെന്നോ ചാനലുകളിൽ പറയുന്നത്. ഈ വെള്ളയുടുപ്പിട്ട ഒരു പുരോഹിതൻ നമ്മുടെ വീട്ടിൽ എപ്പോഴൊക്കെ വരുന്നോ അപ്പോഴൊക്കെ നമ്മൾ അവരെ പ്രതീക്ഷിച്ച് കാത്തിരിക്കുന്ന സമയങ്ങളായിരിക്കും. ആ സന്ദർഭങ്ങൾ ഞാൻ നിങ്ങളോട് പറഞ്ഞു തരാം. ഇപ്പോൾ എൻ്റെ അനുഭവം ഞാൻ പറഞ്ഞല്ലോ.
ഒരു പുരോഹിതൻ വന്നെങ്കിൽ എന്ന് ഞാൻ ഓർത്തിരിക്കുമ്പോഴേക്കും അത്ഭുതകരമായൊരു പുരോഹിതൻ വരും. ഈ കാലഘട്ടത്തിൽ ഈ 2 വർഷത്തിനിടയ്ക്ക് എന്തുമാത്രം പുരോഹിതരാണ് അകലെ നിന്ന് എന്നെ കാണാൻ വന്നിരിക്കുന്നത്. അവരൊക്കെ വരുമ്പോൾ കയ്യിൽ എന്തെങ്കിലും ഒരു ദൈവികമായൊരു ഗിഫ്റ്റ് ഉണ്ടായിരിക്കും. ചിലപ്പോൾ മാതാവിൻ്റെ ഫോട്ടോയായിരിക്കും, ജപമാലയായിരിക്കും, മാതാവിൻ്റെ സ്റ്റാച്ചു ആയിരിക്കും. ഇത് ചേച്ചിക്ക് തരാൻ പറഞ്ഞിട്ടുണ്ട് എന്ന് പറഞ്ഞാണ് വരിക. ഒരു പുരോഹിതൻ വന്ന് കുമ്പസാരിക്കുമ്പോഴുണ്ടാകുന്ന ഒരു അനുഭവമുണ്ടല്ലോ, അത് നമുക്ക് പറഞ്ഞറിയിച്ചാൽ അറിയില്ല. ഞാനിപ്പോൾ ഈ അച്ഛൻ്റെ അടുത്ത് നിന്നാണ് ഊട്ടുണ്ണുന്നത്. ഊട്ടുണ്ണുക എന്ന് പറഞ്ഞാൽ ഞാൻ ശരിക്കും ഊട്ടുണ്ണാണെന്ന് വിചാരിക്കരുത്. ഊട്ട് വിളമ്പുന്നവരുടെ അടുത്ത് ചെന്നപ്പോൾ അവർ പറഞ്ഞു, ഈ ചേച്ചിക്ക് ഭക്ഷണം കൊടുക്കണ്ടേ എന്ന് പറഞ്ഞപ്പോൾ അച്ഛൻ പറഞ്ഞു, ഈ ചേച്ചിക്ക് ക്യാൻസറായിട്ട് സ്റ്റൊമക്ക് റിമൂവ് ചെയ്തിട്ടുള്ള ആളാണ്. എന്നാലും ചേച്ചി 2 ടീസ്പൂൺ ചോറെടുത്ത് നമ്മുടെ തോമാശ്ലീഹയുടെ ഊട്ടുണ്ണ് എന്ന് പറഞ്ഞപ്പോൾ ഞാനിങ്ങനെ 2 ടീസ്പൂൺ ചോറിട്ട് അവരുടെ സന്തോഷത്തിന് ഞാൻ അച്ഛൻ്റെ ഒപ്പം ഉണ്ണാണ്. ഒരു ടീസ്പൂൺ ചോറെടുത്താൽ അത് ചവച്ചരച്ച് ഒരു അരമണിക്കൂറിന് ഉള്ളിൽ വേണം കഴിക്കണമെങ്കിൽ. അപ്പോൾ എങ്ങനെയാണ് ഞാൻ ഭക്ഷണം കഴിക്കുന്നത് എന്ന് എല്ലാവരും ആകാംക്ഷയോട് ചോദിക്കാറുണ്ട്. കാരണം ആമാശയില്ലല്ലോ, ഈ ഭക്ഷണം എവിടെ പോകും, എങ്ങനെ പോകും, ഇതൊക്കെയാണ് ചോദ്യം. ഞാൻ പറഞ്ഞു, എനിക്കെല്ലാം കഴിക്കാം, പക്ഷേ വളരെ കുറച്ച് ചവച്ച് അരച്ച് തുപ്പലത്തോടു കൂടെ വേണം എൻ്റെ വയറ്റിലേക്ക് പോകാൻ. അപ്പോൾ ഞാനിത് പറഞ്ഞത് ഈ അച്ഛനിലൂടെ ഈശോ നടത്തിയ 2ാമത്തെ അത്ഭുതമാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഈ ഊട്ട്. ഞാൻ ആദ്യം നിങ്ങളോട് പറഞ്ഞിരുന്നു, കീമോതെറാപ്പി കഴിഞ്ഞ് എനിക്കൊരു ടീസ്പൂൺ കഞ്ഞി കഴിക്കാൻ പറ്റിയെങ്കിൽ എന്ന് ആലോചിച്ചിരിക്കുന്ന സമയത്ത് മാർച്ച് മാസത്തിൽ ഔസേപ്പിതാവിൻ്റെ തിരുനാൾ ദിനം 19-ാം തീയതി ഈ പുരോഹിതൻ നമ്മുടെ വീട്ടിൽ വന്നിരുന്നു. അന്ന് പ്രാർത്ഥനയുണ്ടായിരുന്നെന്ന് തോന്നുന്നു. അന്ന് പ്രാർത്ഥനയിലുള്ള ഒരു സഹോദരി, ഊട്ട് നമുക്കിവിടെ ഉണ്ണാം, ചേച്ചിക്ക് എന്തായാലും ഊട്ടുണ്ണാൻ പറ്റില്ലല്ലോ എന്ന് പറഞ്ഞ് അന്ന് വന്നപ്പോൾ കണ്ണമാലിയിലെ ഊട്ട് ഞാൻ എപ്പോഴും മനസ്സിൽ കാണും. സ്വാരസച്ചനും 12 മക്കളും കൂടി ആദ്യത്തെ ഊട്ട് നേർച്ച ഉണ്ടത് മരണം മുന്നിൽ കണ്ട്. ഞാൻ അന്ന് ഈ പുരോഹിതനാണ് എൻ്റെ അനുജനച്ഛൻ എന്ന് ഞാൻ പറയും. അച്ഛനാണ് അന്ന് അവിടെ വന്നത് പ്രാർത്ഥനയ്ക്ക് ആശീർവദിക്കാൻ. അപ്പോൾ അച്ഛൻ്റെ മുമ്പിൽ വെച്ചിട്ട് ഞാൻ പറഞ്ഞു, സ്വാരസച്ചൻ്റെ മുമ്പിൽ ഞാൻ 1 ടീസ്പൂൺ കഞ്ഞി കുടിക്കട്ടെ, അതിന് ദൈവം അനുവദിക്കുമോ എന്ന് ചോദിച്ചപ്പോൾ അച്ഛൻ പറഞ്ഞു, ധൈര്യമായിട്ട് ചേച്ചി 1 ടീസ്പൂൺ ചോറ് എടുക്കുക എന്ന്. അങ്ങനെ ഔസേപ്പിതാവിൻ്റെ ആ ഊട്ട് 1 ടീസ്പൂൺ ചോറെടുത്ത് ഞാൻ അന്ന് കഴിച്ചു. അത് എന്നെ സംബന്ധിച്ചൊരു മഹാ അത്ഭുതമായിരുന്നു. അത് ഞാൻ വേലുപ്പാടം പള്ളിയിൽ സാക്ഷ്യമായിട്ട് പറയുകയും ചെയ്തു. ഇപ്പോൾ ഞാൻ 2ാമതും 1 ടീസ്പൂൺ ചോറായിട്ട് കഴിക്കുന്നത് ഈ പുരോഹിതൻ്റെ ധൈര്യത്തിന്മേലാണ് ഞാൻ കഴിക്കാൻ തുടങ്ങിയത്. പ്രിയ കൂട്ടുകാരെ, ഇങ്ങനെയൊക്കെ ഭക്ഷണം കഴിക്കുമ്പോൾ എനിക്ക് വലിയ പ്രശ്നങ്ങളാണ് എൻ്റെ വയറ്റിലുണ്ടാകുന്നത്. പക്ഷേ ഇവിടെ വന്ന് മാർത്തോമാ ശ്ലീഹായുടെ യൂട്ട് തിരുനാളിൽ ഈയൊരു പുരോഹിതനെ മറപിടിച്ച് ഞാനെടുത്ത 2 ടീസ്പൂൺ ചോറ് എൻ്റെ വയറ്റിൽ വലിയ അപകടമൊന്നും വരുത്തിയില്ല. അവിടെ അന്ന് കാബേജ് ഉപ്പേരി ഉണ്ടായിരുന്നു, മോരുകറി ഉണ്ടായിരുന്നു, പിന്നെ ഇറച്ചിക്കറി ഉണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് എൻ്റെ വയറിന് ഇപ്പോഴത്തെ അവസ്ഥയിൽ കാബേജ് ഭയങ്കര അപകടമാണ്. കാബേജ് കഴിക്കാനേ പാടില്ല എനിക്ക്. അങ്ങനെയാണ് എക്സ്പെരിമെൻ്റ് നടത്തിയിട്ട് കണ്ടുപിടിച്ചിട്ടുള്ളതാണ്. കാബേജ് കഴിക്കാൻ പാടില്ല, ആപ്പിൾ കഴിക്കാൻ പറ്റില്ല, അപ്പോഴേക്കും പ്രശ്നങ്ങളാവും. എന്തെങ്കിലും സംഭവം ഞാൻ അറിയാതെ കഴിച്ചു പോയാൽ ചിലപ്പോൾ 4 മണിക്കൂറൊക്കെ ഹാർട്ട് അറ്റാക്കിൻ്റെ പോലെയുള്ള വേദന വന്ന് വിയർത്ത് കുളിച്ച് ബെഡിൽ കിടക്കും. 4 മണിക്കൂർ കഴിയുമ്പോഴാണ് ഞാൻ നോർമൽ പോസ്റ്റിലേക്ക് എത്തുക. ഇതൊക്കെയാണ് എൻ്റെ ശരീരത്തിൻ്റെ അവസ്ഥകൾ. ഞാൻ അതൊന്നും നിങ്ങളോട് പറഞ്ഞ് വിഷമിപ്പിക്കാനൊന്നല്ല ഞാനീ പറഞ്ഞത്. എനിക്കുണ്ടായൊരു അത്ഭുതകരമായ ആദ്യത്തെ ഇടപെടലാണ് ഈ പുരോഹിതനിലൂടെ വന്നത്. ഈ ഊണിൻ്റേതായിട്ടുള്ള ഭക്ഷണം കഴിക്കാനായിട്ട് ഇവരല്ലേ നമുക്ക് ആത്മീയ ഭക്ഷണം ഓരോ കുർബാനയിലും തരുന്നത്. യോഹന്നാൻ്റെ സുവിശേഷം 6-ാം അധ്യായം നമ്മൾ വായിച്ചിട്ടുണ്ടല്ലോ. ഇതെൻ്റെ ശരീരമാണ്, ഇതിൻ്റെ രക്തമാണ്, ഇത് ഭക്ഷിച്ചാൽ ഒരിക്കലും മരിക്കില്ല. ആ ഭക്ഷണം തരുന്നതാണ് ഈ പുരോഹിതർ. ഏതെങ്കിലും പുരോഹിതർക്ക് എപ്പോഴെങ്കിലും പിഴവുകൾ പറ്റിയിട്ടുണ്ടാകാം, പലതരം സ്വഭാവങ്ങളുണ്ടാകാം. നമ്മുടെ മക്കൾ, നമ്മൾ പ്രസവിച്ച മക്കൾ തന്നെ പലതരം സ്വഭാവമല്ലേ. അപ്പോൾ പിന്നെ ഈ പുരോഹിതരെ ഇങ്ങനെ കുറ്റങ്ങൾ ഉയർത്തിപ്പിടിക്കേണ്ട ആവശ്യമില്ലല്ലോ എന്ന് ഞാൻ പലപ്പോഴും ചിന്തിക്കാറുണ്ട്. കാരണം അവരുടെ നന്മകൾ ആരും പങ്കുവയ്ക്കുന്നത് ഞാൻ കേട്ടിട്ടില്ല.
അപ്പോൾ ഞാൻ പലപ്പോഴും ചിന്തിക്കും, ഈ പുരോഹിതന്മാരുടെ വിശുദ്ധി നഷ്ടപ്പെടുത്തുന്നത് ആരാ? ഈ ചാനലിൽ ആർത്തട്ടഹസിച്ച് പറയുന്നവരോട് ഞാൻ പറയും, നിൻ്റെ ഭാര്യയും നിൻ്റെ അമ്മയും നിൻ്റെ പെങ്ങളും നിൻ്റെ മകളും ഒക്കെയാണ് ഈ പുരോഹിതരെ വിശുദ്ധി നഷ്ടപ്പെടുത്താൻ കൂട്ടുനിൽക്കുന്നത്. അപ്പോൾ അവരെ കൂടി ചാനലിൽ എന്താ ചേർത്ത് പറയാത്തത് എന്നൊക്കെ എൻ്റെ ധാർമ്മികമായിട്ട് രോഷമാണിതൊക്കെ. എന്തായാലും ഞാൻ ഈശോയോട് ചോദിച്ചപ്പോൾ ഈശോ പറഞ്ഞു, ചുറ്റും അന്ധകാരമായിരിക്കുമ്പോൾ ഈ അന്ധകാരത്തിനെ മാറ്റാൻ നീ നോക്കണ്ട. നിൻ്റെ കയ്യിലുള്ള വിളക്ക് അത് കത്തിച്ച് പിടിച്ച് നീ നടക്കുമ്പോൾ നീ പോകുന്നിടത്തൊക്കെ പ്രകാശമായിരിക്കും. നീ കാണുന്ന നന്മകൾ നീ സമൂഹത്തോട് പറയുമ്പോൾ ആ അന്ധകാരം വിതച്ചവരുടെ ആ അന്ധകാരത്തിനെതിരായിട്ടുള്ള ഫലങ്ങൾ ഉണ്ടാകും എന്ന്. ഈ പുരോഹിതൻ ഭയങ്കര നിഷ്കളങ്കനായിട്ട് സന്തോഷപൂർവ്വം കുറേ കാര്യങ്ങൾ എന്നോട് പറയുകയാണ്. ഞങ്ങളതൊക്കെ കേട്ട്, അത് കാട് പോലത്തെ പ്രദേശത്ത് അവിടെ മലയണ്ണാനെ കണ്ടു. അപ്പോൾ അതിൻ്റെ ഇടയിൽ പിന്നെ ഞാൻ പറഞ്ഞു, അച്ചോ പുലിയൊക്കെ വന്ന് ഗുഡ് മോർണിംഗ് പറയാൻ സാധ്യതയുണ്ട് കേട്ടോ, അതുകൊണ്ട് സൂക്ഷിച്ചിരുന്നോ എന്ന് പറഞ്ഞു. അച്ഛൻ പറഞ്ഞു, ഇവിടെ അങ്ങനെ കുറേ മൃഗങ്ങളൊക്കെ വരാറുണ്ട് ചേച്ചി, ഒരു ഒറ്റപ്പെട്ട സ്ഥലം. അങ്ങനെയുള്ള ഒരു അവസ്ഥയിലാണ് ഇരിക്കുന്നത്. ഓരോ പുരോഹിതരും വീട്ടിൽ നിന്ന് സെമിനാരിയിലേക്ക് ഇറങ്ങാമെന്ന് പറഞ്ഞിറങ്ങുന്ന പയ്യന്മാരുണ്ടല്ലോ, അതൊക്കെ അവരിറങ്ങിപ്പോകുമ്പോൾ ആ അമ്മ, ആ അപ്പൻ, സഹോദരങ്ങൾ എന്തുമാത്രം വേദനിക്കുന്നറിയോ? കാരണം പിന്നെ അവർ നമ്മുടെ സ്വത്തല്ല, അവർ പൊതുസ്വത്താണ്. അവർ പൊതുസ്വത്തായതുകൊണ്ടാണ് അവരെക്കുറിച്ച് ഇങ്ങനെയൊക്കെ അപവാദങ്ങൾ പറയുന്നത്. ചോദിക്കാനും പറയാനും ആരുമില്ലല്ലോ എന്ന് വിചാരിച്ചിട്ടായിരിക്കും. പക്ഷെ അങ്ങനെയൊന്നും വിചാരിക്കാൻ പറ്റില്ല. അനാവശ്യമായിട്ട് പുരോഹിതരെക്കുറിച്ച് പറഞ്ഞാൽ എന്നിലുള്ള അമ്മത്തൊക്കെ ഉണർന്നു എന്നെടുക്കും മരിക്കുന്നത് വരെ. ഇനി അവരുടെ പേര് തെറ്റുണ്ടെങ്കിൽ അവരെ കോടതി വിധിക്കട്ടെ, അവർ ശിക്ഷ അനുഭവിച്ചോട്ടെ. പക്ഷേ ഇതുപോലെ പറഞ്ഞ് ഭൂലോകം മുഴുവൻ അവരെക്കുറിച്ച് പ്രസിദ്ധപ്പെടുത്തുമ്പോൾ അതുകൊണ്ടും കുഴപ്പമില്ല. പക്ഷേ അതുപോലെ നന്മയുള്ള പുരോഹിതർ ഇതുപോലെ പറഞ്ഞ് ലോകത്തിന് കാണിച്ചു കൊടുക്കാത്തത് എന്തേ എന്നാണ് എൻ്റെ ചോദ്യം. അങ്ങനെ ഞാൻ ഈ പുരോഹിതൻ്റെ അടുത്ത് വന്നത് ശരിക്കും നന്ദി പറയാനാണ്. ഞാൻ നിങ്ങളോട് പറഞ്ഞത്, ഞാൻ രണ്ടാമത്തെ സ്റ്റേജ് അതിൻ്റെ ട്രീറ്റ്മെൻറ്റുകൾ തുടങ്ങാൻ പോവുകയാണ്. ചെക്കപ്പുകൾ നടന്നുകൊണ്ടിരിക്കുകയാണ്, എന്താണ് ഏതാണ് എന്നൊക്കെ അറിയാൻ വേണ്ടി. അപ്പോൾ ഞാൻ ഈ റോസാമിസ്റ്റിക്ക മാതാവിൻ്റെ ദിവസങ്ങളാണ്, ഈശോയുടെ തിരുരക്തത്തിൻ്റെ മാസമാണ്. ഞാൻ പ്രധാനമായും പറയാൻ വന്നത്, ഞാൻ ഈ 2 വർഷം ജീവിച്ചത് ഓപ്പറേഷൻ കഴിഞ്ഞതിന് ശേഷം പിന്നീടുള്ള ദിവസങ്ങളിൽ ഈ പുരോഹിതന്മാരുടെ കയ്യിൽ നിന്ന് കിട്ടിയ ഈശോയുടെ തിരുരക്തമാണ്. എൻ്റെ വീട്ടിലേക്ക് സ്ഥിരമായി വരുന്ന പ്രായമായ ജോസച്ചനും അതുപോലെ എൻ്റെ മകൻ്റെ സഭയിലുള്ള വൊക്കേഷൻ പ്രൊമോട്ടർ ജോസനച്ചനും ഈ പുരോഹിതനും, പിന്നെ എനിക്ക് അധികം കണക്ഷൻ ഇല്ലാത്ത പുരോഹിതരാണെങ്കിൽ പോലും അവർ വരുമ്പോൾ ഈശോനെ കൊണ്ടുവരും എന്ന് ചോദിച്ചാൽ അവർ കഷ്ടപ്പെട്ട് ഈശോനെ കൊണ്ടുവരും. അതിലൊരു തവണ ഈ ഒരു പുരോഹിതനിൽ നിന്ന് എനിക്ക് തിരുരക്തത്തിൻ്റെ ഒരു വലിയ ഇടപെടൽ നടന്നു. പ്രിയ സഹോദരങ്ങളെ, അതെന്താണ് എന്നൊന്നും ചോദിക്കരുത്. ഈശോ പറഞ്ഞിട്ടുണ്ട്, അത് നിനക്ക് വേണ്ടി മാത്രമാണ്. അത് നിൻ്റെ ജീവിതത്തിന് ബലം കിട്ടാനാണെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ബലം കിട്ടാൻ എന്നേ ഞാൻ പറയുള്ളൂ. അല്ലാതെ തിരുരക്തത്തിൻ്റെ ആ ഇടപെടൽ നടന്നതുകൊണ്ട് എനിക്ക് രോഗസൗഖ്യം കിട്ടി എന്ന് ഞാൻ ഒരിക്കലും പറയില്ല. സൗഖ്യം കിട്ടിയെങ്കിൽ ആയിക്കോട്ടെ, എനിക്ക് സന്തോഷം. സൗഖ്യം കിട്ടിയില്ലെങ്കിലും ആയിക്കോട്ടെ, എനിക്ക് സന്തോഷം. രണ്ടും എനിക്ക് ഈശോയുടെ കരങ്ങളിൽ നിന്നും വാങ്ങാനുള്ള ആത്മീയമായ ഒരു അനുഗ്രഹം ഈശോ തന്നിട്ടുണ്ടല്ലോ. അതുകൊണ്ട് നിങ്ങളോട് ഞാൻ എപ്പോഴും പറയുന്നത് പോലെ ഞാൻ റെഡി. ഈശോയ്ക്ക് എന്താണ് ഇഷ്ടം, ഇവിടെ നിൽക്കണോ ഞാൻ ഇവിടെ നിൽക്കാം, അതോ ഈശോയുടെ അടുത്തേക്ക് വരണോ ഞാൻ അതിനായിട്ട് ഒരുങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഈശോയുടെ അടുത്തേക്ക് പോവുക എന്ന് പറഞ്ഞാൽ ഈശോയുടെ അടുത്തേക്ക് പോകാൻ പറ്റില്ലല്ലോ, നമ്മുടെ സ്വഭാവം അത്ര നല്ലതല്ലാത്തത് കൊണ്ട്. അപ്പോൾ ഈ നല്ല ഹൃദയം ഉണ്ടാകാൻ വേണ്ടി ഞാനിപ്പോൾ ട്രൈ ചെയ്തുകൊണ്ടിരിക്കുക. അതിന് ഒരു പരിധി വരെ എൻ്റെ രോഗം എന്നെ സഹായിക്കുന്നുണ്ട്. ആരോടും വെറുപ്പില്ലാതെ വിദ്വേഷമില്ലാതെ അങ്ങനെ മനസ്സിനെ കൊണ്ടുപോയിരിക്കുന്ന സമയത്ത് തന്നെ കൊണ്ടുപോകണേ എന്നാണ് പ്രാർത്ഥന. ഞാൻ ഈ അച്ഛനോട് അതാ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്, അച്ഛ എന്നെ ഇപ്പോൾ കൊണ്ടുപോകാനായിട്ട് അച്ഛൻ പ്രാർത്ഥിക്കണം. അപ്പോൾ അച്ഛൻ പറഞ്ഞു, ചേച്ചി എന്നാൽ എൻ്റെ കയ്യിലല്ല അതിൻ്റെ താക്കോല്, ചേച്ചീനെ എപ്പോൾ കൊണ്ടുപോകണം എന്നുള്ളത് ഈശോയാണ് നിശ്ചയിക്കുക. അപ്പോൾ ഈശോയുടെ ഹിതം നടക്കട്ടെ എന്ന്. ഞാനങ്ങനെ ഈ അച്ഛനൊന്ന് നന്ദി പറയാനും, ഇനി എനിക്ക് അച്ഛനെ കാണാനായിട്ട് ചിലപ്പോൾ ആരോഗ്യം അനുവദിച്ചില്ലെങ്കിലോ, അതുകൊണ്ടാണ് ഞാൻ വന്നത്.
ഞാൻ അച്ഛനോട് പറഞ്ഞു, ഒരുപാട് നന്ദിയുണ്ട് അച്ഛോ. അച്ഛൻ എനിക്ക് ഈശോനെ കൊണ്ടുവരുമ്പോഴുണ്ടായ ഒരു തിരുരക്തത്തിൻ്റെ ഇടപെടലാണ് ഞാൻ ഇന്നും ജീവിക്കുന്നത് എന്ന് എനിക്ക് നിങ്ങളോട് പറയാതെ പറ്റില്ല. കാരണം ഈശോയുടെ തിരുരക്തത്തിൻ്റെ മാസമാണിത്. രാജാവിൻ്റെ പ്രവൃത്തികൾ വിളംബരം ചെയ്യണമല്ലോ. ദൈവത്തിൻ്റെ പ്രവൃത്തികൾ നമ്മൾ വിളംബരം ചെയ്യുമ്പോൾ അത് ദൈവത്തെ മഹത്വപ്പെടുത്തുന്നതിന് തുല്യമാണ്. ഞാൻ അപ്പോഴും ഓർക്കും, ഈ തിരുരക്തം നമുക്ക് കിട്ടുന്നത് ആരിക്കൂടെയാണ് സഹോദരങ്ങളെ? ഞാൻ ക്രിസ്ത്യാനികളുടെ കാര്യമാണ് പറയുന്നത്. ഇത് കേൾക്കുന്ന ഏതെങ്കിലും അന്യമതസ്ഥരുണ്ടെങ്കിൽ അവരൊരു കൗണ്ടർ ചോദ്യം ചോദിക്കും, അപ്പം ഞങ്ങളൊക്കെ ജീവിക്കുന്നത് എങ്ങനെയാണെന്ന്. അതുകൊണ്ട് അതിനൊന്നും മറുപടി പറയാനായിട്ട് ഞാനില്ല. അത് ഞാൻ മനസ്സിലാക്കിയിട്ടുണ്ട്. ശുദ്ധീകരണ സ്ഥലത്ത് നിന്നും പല വഴിക്ക് ഈശോ സന്ദേശം തന്നിട്ടുണ്ട്. എല്ലാവരും ഈശോയുടെ മക്കളാണ്, പിതാവായ ദൈവത്തിൻ്റെ മക്കളാണ്. പല മതങ്ങളിൽപ്പെട്ടവർ, പല വിശ്വാസമുള്ളവരാണെങ്കിലും അവരിൽ ഒരാൾ പോലും നശിച്ചു പോകാതെ ഈശോ വീണ്ടെടുക്കും. അവരുടെ മനസാക്ഷിക്കനുസരിച്ച് ജീവിക്കുമ്പോൾ ഈശോയുടെ വിധി വേറൊന്നാണ്. അതിനെക്കുറിച്ചൊന്നും നമ്മൾ കടന്നു ചെല്ലേണ്ട. പക്ഷേ ഇസ്രായേലിനെ, ദൈവത്തിൻ്റെ മക്കളെ ദൈവം കുറേ ടേംസ് ആൻഡ് ഒരു റെസ്ട്രിക്ഷൻസ്, വേലി കെട്ടി സംരക്ഷിച്ചിട്ടുണ്ട്. അതുകൊണ്ട് മതിൽ കെട്ടി സംരക്ഷിച്ചിട്ടുണ്ട്, ഗേറ്റ് വെച്ച് സംരക്ഷിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ആ ഗേറ്റിൽ കൂടെ തന്നെ ക്രിസ്ത്യാനികൾ കടന്നു പോകണം. അങ്ങനെയുള്ള ആ ഗേറ്റാണ് നമുക്ക് ദൈവം അനുവദിച്ച് തന്നിട്ടുള്ളതാണ് ഈശോയുടെ തിരുശരീരവും തിരുരക്തവും. നമ്മുടെ പാപങ്ങൾക്ക് മോചിപ്പിക്കാൻ പരിഹാരമായിട്ട് ഈശോ പിതാവിന് സമർപ്പിക്കുന്ന ബലി, അതാണ് ക്രിസ്ത്യാനിയുടെ ജീവിതത്തിൻ്റെ കേന്ദ്രബിന്ദു. അതിനേക്കാൾ ഉപരിയായിട്ട് വേറെ ഒന്നുമില്ല. ഈശോയുടെ തിരുശരീരം, ഈശോയുടെ തിരുരക്തം ആണ് ക്രിസ്ത്യാനിയുടെ ജീവിതത്തിൻ്റെ ഏക ലക്ഷ്യം. ഒരു ലക്ഷ്യമല്ല, ഏക ലക്ഷ്യം, ഒരേ ഒരു ലക്ഷ്യം ഈശോയുടെ തിരുശരീരവും തിരുരക്തവും. അതാണ് നമ്മുടെ രക്ഷ. അത് കിട്ടാതെ വരുമ്പോഴാണ് ഞാൻ പരക്കം പായാറ്. എന്തായാലും ഈ ഒരു പുരോഹിതനിലൂടെ ഒരു വലിയ അത്ഭുതകരമായ ഇടപെടൽ കർത്താവ് എൻ്റെ ജീവിതത്തിൽ കൊണ്ടുവന്നത് കൊണ്ടാണ് പ്രിയ കൂട്ടുകാരെ ഞാൻ ഇന്ന് ഈ 2 വർഷമായിട്ട് ജീവനോടെ ഇരിക്കുന്നത്. ഇനി ഞാൻ എത്ര വർഷം ഇരിക്കും എന്നുള്ളത് അറിയില്ല. സെക്കൻഡ് സ്റ്റാർട്ടിങ്ങിൻ്റെ ഇത് അറിവുകൾ കിട്ടണം. അതിന് ഓരോ ടെസ്റ്റുകൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഞാൻ എന്തായാലും ഈ പുരോഹിതന് നന്ദി പറയാൻ വന്നതാണ്. അങ്ങനെ ഞാൻ ഏതോ ഒരു വ്യക്തി വാട്സപ്പിൽ ഒരു കുട്ടി അങ്ങനെ എന്നോട് ഓരോ കാര്യങ്ങൾ പങ്കുവെച്ചപ്പോൾ ഒരു വലിയ അനുഭവം പറഞ്ഞു. അങ്ങനെ അനുഭവം നോക്കുമ്പോൾ അതും ഈ പുരോഹിതനിലൂടെയാണ് സംഭവിച്ചിരിക്കുന്നത്. അതിങ്ങനെയാണ്, ആ മകളുടെ ഭർത്താവിന് പാൻക്രിയാസിൽ ക്യാൻസറായിട്ട് ബ്ലഡ്, ഞാനിപ്പോൾ ഓർക്കണില്ല, ബ്ലഡ് ഛർദ്ദിക്കുകയോ ബ്ലഡ് പോവുകയോ ചെയ്ത് ലാസ്റ്റ് സ്റ്റേജിലായിട്ട് എറണാകുളത്തിൽ വലിയ ഹോസ്പിറ്റലിൽ മരണം കാത്ത് കിടക്കുക. ആ ഒരു മകന് പ്രാർത്ഥിക്കാനായിട്ട് ഒരു പുരോഹിതനെ കിട്ടാൻ വേണ്ടി അവർ ഓർത്തപ്പോൾ ഈ പുരോഹിതനാണ് കിട്ടുന്നത്. ഈ പുരോഹിതൻ എപ്പോഴും വില്ലിങ്ങാണ്, എപ്പോഴും ഒഴിവാണ്. വലിയ തിരക്കുകളോ ബഹളങ്ങളോ ഒന്നുമില്ല. വിളിച്ചാൽ പറ്റുന്ന സമയം പറയും, അവിടേക്ക് ഓടി വരികയും ചെയ്യും. അങ്ങനെ ഈ ഒരു പുരോഹിതനാണ് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാനായിട്ട് ആ ഹോസ്പിറ്റലിലേക്ക് ചെന്നത്. പ്രിയ സഹോദരങ്ങളെ, അച്ഛൻ പ്രാർത്ഥിച്ചു പോയി. അച്ഛനൊന്നും അറിഞ്ഞിട്ടില്ല. അച്ഛൻ പോയി ഈശോ പറഞ്ഞ കാര്യങ്ങൾ അച്ഛൻ ചെയ്ത് അച്ഛൻ അവിടെ പ്രാർത്ഥിച്ചു പോന്നു. ഈ കുട്ടി പിന്നെ പറയാണ്, ചേച്ചി, ഈ അച്ഛനെ ഞങ്ങളുടെ ജീവിതത്തിൽ ഞങ്ങൾക്ക് മറക്കാൻ കഴിയില്ല. കാരണം ആ പ്രാർത്ഥന കഴിഞ്ഞത് പിന്നെയാണ് കുറേശ്ശെയായിട്ട് ജീവിതത്തിലേക്ക് ആ മനുഷ്യൻ തിരിച്ചു വന്നു. അതുപോലെ ഇന്ന് നല്ല ആരോഗ്യവാനായിട്ട് വീട്ടിലെല്ലാ പണികളും ചെയ്ത് ജീവിക്കുന്നു എന്നാണ് അവർ പറഞ്ഞത് എന്നോട്. ഞാൻ പറഞ്ഞു, നിങ്ങൾ എന്തേത് മുമ്പ് പറയാഞ്ഞത്? ഈ പുരോഹിതരെക്കുറിച്ച് ഇത്രമാത്രം അപവാദങ്ങൾ കേൾക്കുമ്പോൾ ഞങ്ങൾക്ക് പുരോഹിതരിൽ കൂടെ ഇത്ര അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് എന്ന് നിങ്ങൾ പറയണ്ടേ? അപ്പോൾ അവർ പറഞ്ഞു, ചേച്ചി പറയുമ്പോൾ പറയണം എന്ന്, ഞങ്ങൾക്ക് അച്ഛനെ പോയി കാണണം എന്നൊക്കെ അവർ പറഞ്ഞിരുന്നു. അതുപോലെ എനിക്കൊരു അനുഭവം ഒരുപാട് അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഈ പുരോഹിതന്മാരിലൂടെ ജീവിതത്തിലേക്ക് തിരിച്ചു വന്നിട്ടുള്ളവർ. ഞാൻ പരിചയപ്പെട്ട ഒരു അന്യമതസ്ഥയായ സ്ത്രീ എന്നോട് പറഞ്ഞു, ഒരിക്കൽ അവരുടെ മകൻ ഡോക്ടർ ലൈന് പഠിക്കാൻ പോയേക്കാണ്. ഇത് അച്ഛൻ്റെ മേശപ്പുറത്ത് വെച്ചിട്ടുള്ളൊരു ഫ്രെയിമിട്ട് വെച്ചിരിക്കുക. ഇവിടെ ഇല്ലാത്തവരുടെ കുറ്റം പറയരുതെന്ന്. അത് ആരെങ്കിലും കുറ്റം പറയാൻ തുടങ്ങുകയാണെങ്കിൽ അത് കേട്ടാൽ പിന്നെ വായടച്ചോളും. അതുപോലെ വേറൊരു കാര്യം കൂടിയും അവിടെ എടുത്തു വെച്ചിട്ടുണ്ട്. എന്താണെന്നറിയോ? ഞാൻ മറന്നുപോയി. ചിരിക്കൂ
പിണങ്ങാൻ സമയമില്ല എന്ന്. അത് ഈ അച്ഛനോട് സംസാരിച്ചവർക്കറിയാം. ഇതെപ്പോഴും ചിരിച്ചുകൊണ്ടിരിക്കുന്ന അച്ഛനാണ്. അച്ഛൻ എപ്പോഴെങ്കിലും ദേഷ്യപ്പെട്ടിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല കേട്ടോ. എൻ്റെ അടുത്ത് ദേഷ്യപ്പെട്ടിട്ടില്ല. അച്ഛൻ എപ്പോഴും ചിരിക്കും. പിണങ്ങാൻ സമയമില്ല അത്രേ. ചിരി ഒരു വലിയ ഔഷധമാണ് കേട്ടോ. മനുഷ്യരുടെ മുഖത്ത് നോക്കിയൊക്കെ ഒന്ന് ചിരിച്ചാൽ തന്നെ പകുതി പ്രശ്നം തീരും എന്നാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. അച്ഛൻ റൂമിൽ വെച്ചിട്ടുള്ള പുതിയ അമ്മയാണ്. പണ്ട് ഏതോ ഇടവകയിലിരുന്നപ്പോൾ റൂം കത്തിപ്പോയി. അപ്പോൾ അത് നീഗ്രോ മാതാവായി അച്ഛൻ്റെ മാതാവ്. ഇപ്പോൾ അച്ഛൻ ഈ മാതാവിനെ വെച്ചിരിക്കുന്നത്. അച്ഛൻ്റെ പിന്നാലെ എപ്പോഴും സാത്താൻ അച്ഛനെ ഇല്ലാണ്ടാക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. വലിയൊരു അപകടം വന്നിട്ട് കുറേ മാസങ്ങൾ ട്രീറ്റ്മെൻറ്റിലായിരുന്നു. അന്ന് ആ കാറ് കണ്ടവർ പിന്നെ അച്ഛൻ ജീവിച്ചിരിക്കുമെന്ന് വിചാരിച്ചിട്ടില്ല. അതുപോലെ നാടൻ ഭാഷയിൽ പറഞ്ഞാൽ ചമ്മന്തി ആയിട്ടുണ്ടായിരുന്നു ആ കാറ്. പക്ഷെ അമ്മയുടെ ഒരു ഫോട്ടോ വെച്ചിരുന്നു അവിടെ. അങ്ങനെ അച്ഛൻ ജീവിതത്തിലേക്ക് തിരിച്ചു വന്നു. പിന്നെ അച്ഛനൊരു ഇടവകയിലിരുന്നപ്പോൾ അച്ഛൻ്റെ റൂം കത്തിച്ച് കളഞ്ഞു സാത്താൻ. അപ്പോൾ എനിക്ക് മനസ്സിലായി ഈ ചിരിയും നിഷ്കളങ്കതയും ഒക്കെ ഉള്ള ജീവിതങ്ങളുണ്ടെങ്കിൽ സാത്താൻ പിന്നിലുണ്ടാകും. കാരണം അവർ വഴി ആത്മാക്കൾ നേടും എന്ന് അവനറിയാം. ഞാനിത് പറയുമ്പോൾ ഈ അച്ഛൻ പുണ്യവാനാണെന്ന് ചേച്ചി പറഞ്ഞു എന്നൊന്നും കമൻറ്റ് പറയരുത്. അച്ഛന് കുറവുകളുണ്ടായിരിക്കാം. ഏതാളുകൾക്ക് കുറവുകളില്ലാത്തത്. പക്ഷേ അച്ഛൻ്റെ നിറവുകൾ ആണ് ഞാൻ കണ്ടത്. എപ്പോഴും നിഷ്കളങ്കമായി ചിരിക്കുന്ന, ഏത് ദുഃഖത്തിൽ ഇടപെടുന്ന ഒരു അച്ഛൻ. ഇതുപോലെ തന്നെ കുറേ അച്ഛന്മാരുണ്ട്. ഞാൻ പറഞ്ഞു, എനിക്കെപ്പോഴും കൊണ്ടുവരുന്ന ഈശ്വരനെ കൊണ്ടുവന്ന ജോസച്ചൻ. ഒരു പരിധിവരെ ഇവരൊക്കെയാണ് എനിക്ക് ആത്മീയമായ ശക്തി തന്നിട്ടുള്ളത്. അങ്ങനെ ആ സഹോദരിക്കും വലിയ ഒരു അത്ഭുതം അച്ഛനിൽ നിന്ന് ഉണ്ടായിട്ടുണ്ട്. അങ്ങനെ ഈ പുരോഹിതന്മാരിലൂടെ കിട്ടിയ ഈശോയുടെ ആ അനുഭവം നമ്മുടെയൊക്കെ ജീവിതത്തെ പിടിച്ച് നിർത്തുന്നുണ്ടെങ്കിൽ, നമുക്കറിയാലോ, ഒരു ഇടവകയിൽ കുർബാനയ്ക്ക് നമ്മൾ പോകുമ്പോൾ 6 മണിയാകുമ്പോഴേക്കും നമ്മളവിടെ എത്തും. അച്ഛനെങ്ങാനും വൈകിയ ചോദ്യം, എന്താ അച്ഛൻ വരാത്ത, അച്ഛൻ എവിടേക്ക് പോയേ, ഇതെന്താ അച്ഛൻ പറയാണ്ട് പോയത്, അച്ഛനെന്താ അങ്ങനെ, എന്താ ഇപ്പോൾ കുർബാനയ്ക്ക് ഇല്ലാത്ത, അച്ഛന് വയ്യാണ്ടാവും കിടക്കണേ. അപ്പോൾ ഒരച്ഛൻ നമുക്ക് ആവശ്യമായിട്ടുള്ള സമയമാണ് കുർബാനയുടെ സമയം. അപ്പോൾ നമുക്ക് ഭയങ്കര വേവലാതിയാണ്. അച്ഛൻ വരണം, കൃത്യസമയത്ത് കുർബാന കിട്ടണം, നമ്മുടെ കാര്യം നടക്കാൻ പോവുക. ഇത് കഴിഞ്ഞാൽ ഈ അച്ഛന്മാരെ എന്താ ചെയ്യണേ? അവരുടെ ഒറ്റപ്പെടൽ എന്താ? അത് കുർബാന കഴിഞ്ഞാൽ എല്ലാവരും പോവും അവരവരുടെ വീട്ടിലേക്ക്. അല്ലാണ്ട് പള്ളിയിൽ അച്ഛന് കൂട്ടുകാരില്ല എന്ന് പറഞ്ഞിട്ട് വന്നിരിക്കുമോ ആരെങ്കിലും? ഒറ്റപ്പെടുന്ന അച്ഛന്മാരുണ്ട് സഹോദരങ്ങളെ. അവരും മനുഷ്യരാണ്. അവർക്കും വേദനകളും ഓർമ്മകളും ഒക്കെയുണ്ട്. അങ്ങനെ ഒറ്റപ്പെടുന്ന അവസരത്തിൽ സാത്താൻ അവരെ പല പാപത്തിനും വലിച്ചിഴച്ച് കൊണ്ടുപോകാറുമുണ്ട്. ഞാൻ പറയും, ഒരു പുരോഹിതന് വിശുദ്ധിയില്ലാതാകുന്നത് നീ പ്രാർത്ഥിക്കാത്തത് കൊണ്ടാണ്, ഞാൻ പ്രാർത്ഥിക്കാത്തത് കൊണ്ടാണ്. നമ്മൾ അവർക്ക് വേണ്ടി കോട്ട കെട്ടി സംരക്ഷണം ഏർപ്പെടുത്തി പ്രാർത്ഥിക്കാത്തത് കൊണ്ടാണ് ഒരച്ഛന് വഴിതെറ്റുന്നത്, ഒരു പുരോഹിതനോ ഒരു സമർപ്പിതയ്ക്കോ. നമ്മൾ അവർക്ക് വേണ്ടി ശക്തമായി പ്രാർത്ഥിക്കണം, തിരുരക്തത്തിൻ്റെ കോട്ട കെട്ടിയിട്ട്. ആ അച്ഛൻ അമ്മയെപ്പോലെ കൊണ്ടു നടക്കുക. അമ്മയാണ്, അച്ഛൻ്റെ അമ്മയാണിത്. കാരണം അച്ഛൻ്റെ അമ്മ ചെറുപ്പത്തിലേ തന്നെ അച്ഛൻ്റെ അമ്മയും അനുജനും വെള്ളത്തിൽ വീണ് മരിച്ചു പോയിട്ടുള്ള ഒരു ദുരന്ത അനുഭവം അച്ഛൻ്റെ ജീവിതത്തിലുണ്ട്. ഇതുപോലെ കുറേ അമ്മയില്ലാത്ത പുരോഹിതരുണ്ട്. വേദനിക്കുന്ന ഹൃദയവുമായിട്ട് എല്ലാവരും പോയി കഴിയുമ്പോൾ അവർ ഇതെല്ലാം ഓർത്തിരിക്കും. അവർ ജീവിതത്തിൽ ഒറ്റപ്പെട്ടിരിക്കുക. സന്യാസ സഭകളിൽ അങ്ങനെയാവില്ല. അവരെപ്പോഴും കൂട്ടമായിട്ടാണ് താമസിക്കുക. പക്ഷേ ഈ ഇടവക പുരോഹിതർ എന്ന് പറഞ്ഞാൽ അവരെല്ലാവരും അവരവരുടെ കാര്യം കഴിഞ്ഞാൽ എല്ലാവരും പോവും. പേപ്പറുകൾ ഒപ്പിടാൻ, അല്ലെങ്കിൽ റെക്കമെൻഡേഷന്, അല്ലെങ്കിൽ കുർബാനപ്പണം കൊടുക്കാൻ, അങ്ങനെ നമ്മുടെ ആവശ്യങ്ങൾക്കാണ് നമ്മളെപ്പോഴും പുരോഹിതരെ നോക്കുകയുള്ളൂ. അത് കഴിഞ്ഞാൽ ഈ പുരോഹിതൻ എന്താ ചെയ്യുന്നത്? നമുക്കെന്താ, ഒറ്റപ്പെടേ ഒരുക്കപ്പെടേ എന്തെങ്കിലും ആയിക്കോട്ടെ. നമ്മുടെ കാര്യം വന്നാൽ ഓഫീസിന് ചെല്ലാൻ അച്ഛൻ വേണം, കല്യാണം നടത്താൻ അച്ഛൻ വേണം. വീട്ടിൽ മരിച്ച് എത്ര നമ്മുടെ വേണ്ടപ്പെട്ടവരായാലും 4 മണിക്ക് ശവടപ്പെന്ന് പറഞ്ഞാൽ 4:30 അച്ഛനെ കണ്ടില്ലെങ്കിൽ വെപ്രാളായി. കാരണം ഇതധികം വെച്ചുകൊണ്ടിരിക്കാൻ പറ്റില്ല. പുരോഹിതൻ വേണം. ഇന്ന് വരെ ചരിത്രത്തിൽ നിങ്ങൾ കേട്ടിട്ടുണ്ടോ ക്രിസ്ത്യാനികൾ പുരോഹിതന്മാരില്ലാണ്ട് ശവസംസ്കാരം ചെയ്തുവെന്ന്? കല്യാണം നടത്തണമെങ്കിലും പുരോഹിതൻ വേണ്ടേ? ഇന്ന് കല്യാണം നടത്താൻ പുരോഹിതന്മാരൊന്നും വേണ്ട. അതൊന്നും ഞാൻ ഇപ്പോൾ പറയുന്നില്ല. പക്ഷേ എന്നാലും വിശ്വാസത്തിൽ നിൽക്കുന്ന സാധാരണ മനുഷ്യർക്ക് എല്ലാത്തിനും പുരോഹിതൻ വേണം. ഈ പുരോഹിതന്മാരെക്കുറിച്ച് ചാനലുകളിൽ പറയുന്ന വ്യക്തികളും കുടുംബത്തിൽ പുരോഹിതരുടെ അടുത്ത് പോകുന്നുണ്ട് എന്നുള്ളതാണ് വേദനാജനകമായിട്ടുള്ള കാര്യം.
പ്രിയ സഹോദരങ്ങളെ, ഈശോയുടെ തിരുരക്തത്തിൻ്റെ വലിയ ഒരു ഇടപെടൽ എനിക്ക് ഈ പുരോഹിതനിൽ നിന്നും ലഭിച്ചത് ഞാൻ എൻ്റെ ജീവിതത്തിൽ മറക്കില്ല. ഞാൻ അച്ഛനോട് പറഞ്ഞു, 2 വർഷം ഞാൻ ജീവിച്ചു. ഈശോയുടെ പദ്ധതി എന്താണെന്ന് എനിക്കറിയില്ല. ഞാൻ 2ാമത്തെ സ്റ്റെപ്പ് ചെക്കപ്പുകൾ നടന്നുകൊണ്ടിരിക്കുന്നു. ഇനി ഏത് ട്രീറ്റ്മെൻറ്റ് എടുക്കും അതൊന്നും എന്നെ സംബന്ധിച്ചൊരു പ്രശ്നമേ അല്ല. അച്ഛൻ പറഞ്ഞു, ധൈര്യമായിട്ട് ഇരിക്ക്, ചേച്ചീനെ എപ്പോൾ കൊണ്ടുപോകണം എന്ന് ഈശോയ്ക്കറിയാം. എന്നും ഈശോയുടെ തിരുരക്തത്തിൻ്റെ ആ ഒരു പ്രൊട്ടക്ഷൻ ചേച്ചിയുടെ ജീവിതത്തിലുണ്ടാകും. ഞാൻ പറഞ്ഞു, അച്ഛാ എന്നും കുർബാനയ്ക്ക് പോകാനുള്ള ആരോഗ്യം കിട്ടാൻ പ്രാർത്ഥിക്കണം കേട്ടോ, എനിക്കതാണ് ആവശ്യം. പ്രിയ കൂട്ടുകാരെ, ഈശോയുടെ തിരുരക്തത്തിൻ്റെ ഈ മാസത്തിൽ നമുക്ക് ഈശോയുടെ തിരുരക്തത്തെ വിളിച്ച് പ്രാർത്ഥിക്കാം. ഈശോയുടെ തിരുവിലാവിൽ നിന്നൊഴുകുന്ന തിരുരക്തമേ ഞങ്ങളെ രക്ഷിക്കണമേ. ഈശോയുടെ മുൾമുടിയിൽ നിന്നൊഴുകുന്ന തിരുരക്തമേ ഞങ്ങളെ രക്ഷിക്കണമേ. ഈശോയുടെ തൃപ്പാദങ്ങളിൽ നിന്ന് തൃക്കരങ്ങളിൽ നിന്നൊഴുകുന്ന തിരുരക്തമേ ഞങ്ങളെ രക്ഷിക്കണമേ. ഈശോയുടെ ശരീരത്തിൽ ഏറ്റുവാങ്ങിയ അടിപ്പിണരുകളിൽ നിന്നൊഴുകുന്ന തിരുരക്തമേ ഞങ്ങൾക്ക് കൂട്ടായിരിക്കണമേ. ഞങ്ങളുടെ കുടുംബ പാരമ്പര്യങ്ങളിൽ നിന്ന്, ഞങ്ങളുടെ ഇടവകയിൽ നിന്ന്, ഞങ്ങൾ വസിക്കുന്ന ദേശത്തിൽ നിന്ന് വന്നു പോയ എല്ലാ പാപങ്ങൾക്കും പരിഹാരമായി, സകല ശുദ്ധീകര ആത്മാക്കളുടെ പാപങ്ങൾക്കും പരിഹാരമായി ഈ തിരുരക്തത്തെ നമുക്ക് കാഴ്ചവെക്കാം.